നമസ്കാരം. കേരള സർവകലാശാലയുടെ ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ ഭീമമായ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപണം. ഒരു വിദേശ ക്ലാസ് എടുക്കൽ പ്രമുഖന് നൽകാനായി മാറ്റിവെച്ച 20,000 ഇന്ത്യൻ രൂപയ്ക്ക് പകരം 20,000 US$ വിദേശ ബാങ്ക് വഴി കൈമാറിയെന്നാണ് കണ്ടെത്തൽ. ഇത് ഏകദേശം 17 ലക്ഷത്തോളം രൂപ വരും. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായ ഡോക്ടർ ആർ ഗിരീഷ് കുമാർ ഡയറക്ടറായ സെന്ററിലാണ് ഈ ക്രമക്കേട് നടന്നത്. ഒരു വിദേശ കൺസൾട്ടന്റിന് നൽകേണ്ട തുക കൈമാറുന്നതിനിടയിലാണ് പിഴവ് സംഭവിച്ചത്. സർവകലാശാലയുടെ SBI കാര്യവട്ടം ശാഖ വഴി ബാങ്ക് ഓഫ് അമേരിക്കയിലേക്കാണ് ഈ തുക അയച്ചത്. 20,000 രൂപയ്ക്ക് പകരം $20,000 അയച്ചത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരള സർവകലാശാലയുടെ ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ വിദേശത്ത് നിന്ന് ഓൺലൈനായി പ്രഭാഷണം നടത്തിയ അധ്യാപകന് പ്രതിഫലമായി വൻ തുക നൽകിയായിരുന്നു. പണം ലഭിച്ചയാൾ തിരിച്ചയച്ചെന്ന് അവകാശപ്പെട്ടെങ്കിലും ഇതുവരെ ബാങ്കിലെത്തിയിട്ടില്ല. ബാങ്കിന്റെ വീഴ്ചയാണിതെന്ന് 2023 ഒക്ടോബറിൽ ബാങ്ക് അധികൃതർ സമ്മതിച്ചിരുന്നുവെന്നും സൂചനകളുണ്ട്. അതേസമയം വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടയുടൻ ബാങ്കുമായി പണം ലഭിച്ചയാളുമായി ബന്ധപ്പെട്ടെന്നും പണം തിരിച്ചെത്തിക്കാൻ നടപടി സ്വീകരിച്ചെന്നും ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ആർ ഗിരീഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്. 2022-2023 സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഈ സെന്ററിനായി അനുവദിച്ച 2 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റിൽ നിന്നാണ് ഇത്രയും തുക നഷ്ടപ്പെട്ടത്. ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചുപിടിക്കാനോ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കാനോ സിൻഡിക്കേറ്റ് ഉപസമിതി തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ ഡയറക്ടറായ ഡോക്ടർ ഗിരീഷ് കുമാർ മുൻപ് സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. സംവരണ ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള 58 അധ്യാപക നിയമനങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യൻ രൂപയെ ഡോളറാക്കി മാറ്റി സർവകലാശാല ഫണ്ട് തട്ടിയെടുക്കാനുള്ള നീക്കമാണ് നടന്നതെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആരോപണം. ഈ ഗുരുതരമായ അഴിമതിയിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓൺലൈൻ പ്രഭാഷണം നടത്തിയ വ്യക്തിക്ക് നേരിട്ട് പണം നൽകുന്നതിന് പകരം ഒരു വിദേശ കൺസൾട്ടന്റിന് തുക കൈമാറുകയായിരുന്നു. 20,000 രൂപയ്ക്ക് ഏകദേശം $230 മാത്രം നൽകേണ്ട സ്ഥാനത്താണ് ബാങ്ക് ഓഫ് അമേരിക്ക വഴി $20,000 അയച്ചത്. ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ട വിവരം സെന്റർ അധികൃതർ സർവകലാശാലയെ യഥാസമയം അറിയിച്ചില്ലെന്ന് ആരോപണമുണ്ട്. കൺസൾട്ടന്റിനെ കണ്ട് പണം തിരികെ അയപ്പിച്ചെന്ന് സെന്റർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും ഈ തുക സർവകലാശാല ഫണ്ടിൽ എത്തിയിട്ടില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച സിൻഡിക്കേറ്റ് ഉപസമിതി സെന്റർ ഡയറക്ടറെ നടപടികളിൽ നിന്ന് ഒഴിവാക്കി സർവകലാശാല നേരിട്ട് അന്വേഷണം നടത്താനാണ് ശുപാർശ ചെയ്തത്. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ശുപാർശ തള്ളിക്കൊണ്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ രംഗത്തെത്തി. 17 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി തുക ഈടാക്കുമെന്നും കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് VCയുടെ നിലപാട്. സംഭവം സർവകലാശാല ജീവനക്കാർക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയെ ഡോളറാക്കി മാറ്റിയ വിദ്യയിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ആവശ്യം.